ഒരുപാട് പേര് പറഞ്ഞ് പറഞ്ഞ് കേട്ട് കേട്ട് ഞങ്ങളും ഒരു രാത്രിയിൽ പോണ്ടിച്ചേരിയുടെ മനോഹാരിതയിലേക്ക് ട്രെയിൻ വഴി ഒഴുകിയെത്തി. പോണ്ടിച്ചേരിയിൽ എങ്ങനെ പോകണം, എന്തിനു പോകണം, എവിടെ പോകണമെന്നൊക്കെ ആർക്കെങ്കിലും അറിയാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഞങ്ങളെപ്പോലെ ഭക്തിയോടെ യാത്ര തുടരാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മണക്കുള വിനായകർ ക്ഷേത്രത്തിൽ പോയി ആരംഭിക്കാം. 100-ൽ പരം വിനായകരുടെ ചുവർ പ്രതിമകളുള്ള ഒരു പ്രസിദ്ധ ക്ഷേത്രമാണിത്. അന്ന് രാത്രി തന്നെ ഒരു 1000 രൂപ വരുന്ന ഒരു മുറിയൊക്കെ എടുത്ത് ലഗേജൊക്കെ വെച്ച് ഫ്രഷായി ഒരു 400 രൂപയ്ക്ക് ഒരു 2 വീലറൊക്കെ വാടകയ്ക്കെടുത്ത് നഗരഭംഗി കാണാൻ തീരുമാനിച്ചു. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ഥലം പോണ്ടി മറീന ബീച്ചാണ്. ബീച്ചിനരികിലുള്ള ഷോപ്പിലേക്കാണ് ഞങ്ങൾ വീണ്ടും നടന്നു കയറിയത്. ഇത്രയും നല്ല സ്ഥലത്തേക്ക് വന്നിട്ട് കാഴ്ചകൾ കാണാതെ സ്വന്തം മൊബൈൽ കണ്ണും നട്ടിരിക്കുന്നവരെ അവിടെ കാണാമായിരുന്നു. രാത്രിയുടെ കറുപ്പിനെ വിവിധ നിറങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കഫേകളും കാണാമായിരുന്നു. അവിടെ ആർക്ക് വേണമെങ്കിലും പാടാൻ അവസരമുള്ള ഒരു മ്യൂസിക് ഷോ അവിടെ നടന്നിരുന്നു. രാത്രി 6:30 ആയാൽ മറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു റോഡാണിത്. ഇവിടെ നമുക്ക് ആടി ഉല്ലസിച്ച് നടക്കാം. വീണ്ടും നമ്മുടെ പ്രഭാതത്തിലെ സൂര്യ ഉദയം കാണുവാനായിട്ട് നമ്മൾ റോക്ക് ബീച്ചിലേക്കാണ് എത്തിയിട്ടുള്ളത്. അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഓക്കെ, സത്യത്തിൽ പോണ്ടിച്ചേരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വെള്ളത്തിലിറങ്ങാനും വെള്ളമടിക്കാനും ആഗ്രഹമുള്ളവർ ധാരാളം വരേണ്ട ഒരു സ്ഥലമാണ്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ധാരാളം ബീച്ചുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വില കുറവായിട്ടുള്ള കിടിലം മദ്യവും ഇവിടെയുണ്ട്. പ്രഭാതത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനും അത് ഒപ്പിയെടുക്കാനും നഗ്നനേത്രങ്ങളും ക്യാമറ കണ്ണുകളും ഒരുങ്ങിയിരിക്കുകയായിരുന്നു. കണ്ണുകളിൽ വെൽക്കം ടു ദിനകരൻ എന്ന ബോർഡുമായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ വല്ലപ്പോഴുമൊക്കെ ആണെങ്കിലും രാവിലെ എണീക്കാറുള്ളവരുടെ ഒരു കൂട്ടം ഭയങ്കരമായ ഉഷാറോടെ കടലിൻ്റെ തീരങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്ന തിരയുടെ ബാഷ്പങ്ങൾ ചിതറി വീഴുന്ന പടമെടുക്കാൻ ഓടി നടക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന അദ്ദേഹം മുകളിലേക്ക് വന്നു. പടമെടുക്കേണ്ടവർ പടമെടുത്തു, നോക്കി നിൽക്കുന്നവർ ആ സൗന്ദര്യം കണ്ടു ആസ്വദിച്ചു. അപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങി. അവിടെ കാൽനടക്കാർ, അതായത് രാവിലെ വാക്കിങ്ങിനൊക്കെ പോകുന്നവർ നടന്ന് തുടങ്ങി. ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ റീൽസൊക്കെ എടുത്തു. കുറച്ചൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. കുറച്ച് നേരം ഒന്ന് ഓടി. ഈ മഞ്ഞ പെയിൻറ്റിൽ കാണുന്നതാണ് നമ്മുടെ ഫ്രഞ്ച് കോളനി. അതുപോലെ നമ്മൾ അടുത്ത് പോയതെന്ന് വെച്ചാൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. മരങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ അല്ലാത്തവർക്ക് പെട്ടെന്ന് ഇങ്ങനെ നടന്ന് കുറേ നേരമൊക്കെ ഒരു നല്ല ശ്വാസം ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ അല്ല, ഇത് നമ്മൾ അവിടെ 9 മണിക്കാണ് തുറക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ അവിടെ 10 മണിയായി. അപ്പം തൊട്ട് ഓപ്പോസിറ്റിലുള്ള ഒരു ബിവറേജ് കോർപ്പറേഷനോട് പോയി ഒന്ന് നോക്കിയിട്ടൊക്കെ വന്നു. ഈ കാണുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ള പ്രധാന കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇനിയാണ് ശരിക്കും പോണ്ടിച്ചേരിയുടെ അട്രാക്ഷനായി മാറിയ മാതൃ മന്ദിറിലേക്ക് നമ്മൾ പോകുന്നത്. കാട്ടിലൂടെ ഒരു ട്രക്കിംഗ് പോലെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ അത്രയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പോയിട്ട് അവർ പറയും ദൂ ലോണ്ടല്ല, അതാണ് മാതൃ മന്ദിർ എന്ന്. അങ്ങനെ കുറേ ദൂരെ നിന്ന് മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ. അതൊരു വലിയ ദുഃഖമായി തോന്നി. കാരണം ഇത്രയൊക്കെ നടന്നു വന്നിട്ട് പിന്നെ എല്ലാവരുടെയും അവസ്ഥ ഇതെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം.
അങ്ങനെ ഇത്രയൊക്കെ നടന്ന് വന്നിട്ട് ശരിക്ക് നമുക്കത് അതിൻ്റെ അടുത്ത് പോയി കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോഴൊക്കെ വിചാരിച്ചിരുന്നത് നമുക്ക് അകത്ത് പോകാൻ പറ്റുന്ന എന്തെങ്കിലും അവസ്ഥ ഉണ്ട് എന്നാണ്. പക്ഷേ എവിടം വരെ പോകാൻ സാധിക്കുകയുള്ളെന്ന് മറ്റുള്ളവരെ പോലെ നമ്മളും അപ്പോഴാണ് അറിഞ്ഞത്. ഇവിടം വരെ നമുക്ക് പ്രവേശനമുള്ളൂ. അവിടെ എന്തൊക്കെയോ കനാല് പോലെ എന്തോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാ ആ കാണുന്നതാണ് മാതൃമന്ദിർ എന്ന് പറയുന്ന. കാണുമ്പോൾ അറിയാം, സ്വർണത്തിൽ ഉണ്ടാക്കിയ പോലെ ഒരു ഭൂഗോളം, ഒരു ഭൂമിയുടെ ഒരു രൂപം. അവിടെ നിന്ന് അവിടുത്തെ പ്രധാന ആചാരമായ എല്ലാവരെയും പോലെ റീൽസൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് വന്നു. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, പക്ഷേ പണി നടക്കുന്നതിനാൽ കയറാൻ പറ്റില്ല. ബീച്ചിനോട് അനുബന്ധിച്ച് നിരവധി ഷോപ്പിംഗ് സെൻറ്ററുകളും ഭക്ഷണശാലകളും ഒക്കെ ഉണ്ട്. ഫ്രഞ്ച് അവശേഷിപ്പിൻ്റെ പോണ്ടിച്ചേരി നമുക്ക് കാണാൻ കഴിയും. ഫ്രഞ്ച് കോളനി കാണുന്നവർക്ക് അത് കൂടുതൽ മനസ്സിലാകും. മ്യൂസിയം നല്ലൊരു അട്രാക്ഷനായിരുന്നു. ഒത്തിരി കാഴ്ചകൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ വരണമെന്നറിയാൻ ട്രെയിൻ സൗകര്യമാണെങ്കിൽ ട്രെയിനിൻ്റെ ആപ്പുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ പറഞ്ഞ് ക്രിഞ്ചടിപ്പിക്കുന്നില്ല. മറ്റു രീതിയിലാണെങ്കിൽ അത് തീരുമാനിക്കുള്ള ഓപ്ഷനും അവകാശങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട്. ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഒരുപാട് പേര് ഈ പോണ്ടിച്ചേരിയെ കുറിച്ചിട്ടുള്ള വീഡിയോയും അതിൻ്റെ സ്ഥലങ്ങൾ വിശദമായി കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അപ്പോൾ നിങ്ങൾ പോയി കണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല യൂട്യൂബ് ചാനലുകൾ നോക്കിയാലും നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതറിഞ്ഞ് നിങ്ങൾക്കവിടെ പോകാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെത്തും. അപ്പോൾ ടെക് സ്റ്റോറീസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.